അപ്പോൾ ദേ നമ്മുടെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള സാഫ്രോൺ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു പെർഫെക്ഷനാ നോക്കിയേ, നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സോപ്പുകള്. ഇതിൽ ആ പെറ്റൽസ് കിടക്കുമ്പോൾ ഉണ്ടല്ലോ അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ്. ഇതൊരു മാജിക്കൽ സോപ്പാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എന്താ പറയാ, നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലവണ്ണം ബ്രൈറ്റനിങ് ആവാനായിട്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ്. ഇത് നമ്മുടെ സാഫ്രോൺ ആണ്. സാഫ്രോണിന്റെ പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇത് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ആണ്. സാഫ്രോൺ എക്സ്ട്രാക്ട് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ആണ്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റത്തിന്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മുടെ സാഫ്രോണിന്റെ സ്മെല്ലാണ് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി സാഫ്രോൺ എക്സ്ട്രാക്ട് ആണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. അപ്പൊ നമുക്ക് വേഗം തന്നെ സോപ്പ് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഗ്ലിസറിന്റെ സുന്ദര കുട്ടപ്പന എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ഗ്ലിസറിന്റെ സോപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പെർഫെക്റ്റ് വേറൊരു സോപ്പ് ബേസിനും എനിക്ക് കിട്ടാറില്ല. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് തന്നെ വേണം കേട്ടോ. ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്സ്ട്രാക്ട് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അലോവേറയുടെ എക്സ്ട്രാക്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടറിൽ നമ്മുടെ സാഫ്രോണിന്റെ പെറ്റൽസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ മാറി വരും കേട്ടോ. അപ്പോൾ ദേ ഇതിന്ന് കളറൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബേസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സോപ്പ് ബേസ് ഞാനിവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡിലാണ് ഉണ്ടാക്കുന്നത്. 6 സോപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് 100 ഗ്രാമോളം വരും ഈ ഒരു മോൾഡിൽ ഉണ്ടാക്കുന്ന സോപ്പുകൾ. അപ്പം നമുക്ക് ഒരു 620 ഗ്രാം സോപ്പ് ബേസ് എടുക്കണം കേട്ടോ. 20 ഗ്രാം നമ്മൾ എക്സ്ട്രാ എടുക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചിലതിൽ കൂടാനും ഒക്കെ കുറയാൻ സാധ്യത കുറവാണ്. അപ്പൊ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരു സോപ്പിനുള്ളത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഒരു 20 ഗ്രാമോ 30 ഗ്രാമോ എന്തായാലും കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇതേ നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് വരാവേ. അപ്പൊ ദേ ഇനി എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വേണ്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ഒരു 3 തുള്ളി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വെറും 3 തുള്ളി ആഡ് ചെയ്താൽ മതി. അത്രയും റിസൾട്ടാണ് നമ്മുടെ സാഫ്രോണിന്റെ എക്സ്ട്രാക്റ്റിന്. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും സ്ട്രോങ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ്. നമ്മൾ കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ പെറ്റൽസ് ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്തിരി റേറ്റ് കുറവിന്റെ പെറ്റൽസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല റേറ്റിലുള്ള പെറ്റൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം ഇതില് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈറ്റ് ഒരു ഷെയ്ഡ് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഭംഗിക്കായിട്ട്. നമ്മളൊരു 2 ഡ്രോപ്പ് ഓറഞ്ച് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോസ്മെറ്റിക് ഗ്രേഡഡ് ആണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ ഇതിനെ കിട്ടും കേട്ടോ, ബേസിനെ കിട്ടും. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വൈറ്റമിൻ ഓയിലാണ്, കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. നമുക്കൊരു 2.5 ml വെജിറ്റബിൾ ഗ്ലിസറിനൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഒരു 2.5 ml ആൽമണ്ട് ഓയിലൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഇതിൻ്റെ ഫൈനലായിട്ട് നമ്മളിതിലേക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സ്മെല്ല് ഞാനിവിടെ സാഫ്രോണിൻ്റെ തന്നെ സ്മെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് സ്മെല്ലൂടെ നമ്മൾ സാഫ്രോണിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 12 ml ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാഫ്രോണ് ഈ മോൾഡിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഇതിന്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സോപ്പുകളും മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതേ നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തെടുക്കാം. വാവ്, സൂപ്പർ. ഇതിൽ നമ്മൾ 20 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സോപ്പുകളിലെ വെയിറ്റ് കൂടുതലാണ് കേട്ടോ. 100 ഗ്രാമിനെക്കാട്ടും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 സോപ്പ് തികച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മോൾഡിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ബേസ് എടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള സാഫ്രോൺ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തൊരു പെർഫെക്ഷനാ നോക്കിയേ, നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സോപ്പുകള്. ഇതിൽ ആ പെറ്റൽസ് കിടക്കുമ്പോ ഉണ്ടല്ലോ അത്രയും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ സോപ്പ്. ഈ സോപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് പെറ്റൽസ് ഇല്ലാത്ത സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള കിറ്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോപ്പ് മേക്കിങ്ങിന്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് എല്ലാ ടൈപ്പ് കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ് കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നിങ്ങളുടെ ഓരോ കമന്റ്സും ആണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ, ലൈക്കുകളും. അപ്പൊ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പൊ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.